ഓമൽ താമര കണ്ണല്ലേ നീ എൻ മാനസ പെണ്ണല്ലേ മോഹം പൂക്കണ ചെണ്ടല്ലേ എന്നും നാം ഒന്നല്ലേ പ്രേമം പാടണ നെഞ്ചല്ലേ കാണും ഏതിലും ചേലല്ലേ വേനൽ ചൂടൊരു മഞ്ഞല്ലേ ചാരത്തായി നീലേ. അഭിനയിച്ച ഒരുപാട് ആളുകളുണ്ട്. അവരുടെ എല്ലാവരുടെയും പ്രതിനിധിയായിട്ട് ആ പാവം ഞാൻ പ്രകാശൻ ഷാനുവിന് ഫഹദ് ഫാസിലിനെ ചോദിച്ചിരിക്കുന്നു. ഒട്ടും ഫോർമലല്ലാത്ത ഒരു ചടങ്ങാണിത്. നമുക്കെല്ലാവർക്കും നമ്മുടെ വീട്ടിൽ ഒരു ചടങ്ങ്, വീട്ടിലെല്ലാവരും ഒരു ഗെറ്റ് ടുഗദർ, ഒരു പിറന്നാൾ പോലെ ഒരു സന്തോഷം പങ്കിടുന്നു. ഞാൻ പ്രകാശൻ എന്ന സിനിമയുടെ അത് ഇത്രയും വലിയ ഹിറ്റായതിൻ്റെ ഒരു സന്തോഷം നമ്മളെല്ലാവരും ചേർന്ന് ഷെയർ ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പലപ്പോഴും പറയും ഒരു ചെറിയ സബ്ജക്റ്റ് അല്ലെങ്കിൽ ചെറിയ സിനിമ വലിയ വിജയമായി മാറുന്നു എന്ന് പറയുമ്പോൾ അതിനാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്. ചെറിയ സബ്ജക്റ്റ് വലിയ വിജയമാക്കുക എന്ന് പറയുന്നത് വലിയൊരു റിസ്ക്കാണ്, അല്ലെങ്കിൽ വലിയൊരു ചലഞ്ചാണ്. അപ്പോൾ നമ്മുടെ മലയാളികളുടെ പലതരം സ്വഭാവ വിശേഷങ്ങൾ ഞാനും ശ്രീനിയും പറഞ്ഞ് ഞങ്ങൾ കുറച്ച് ചിരിച്ച്, ആ ചിരിച്ചതിൽ നിന്ന്, ആ പറഞ്ഞതിൽ നിന്ന് വളരെ ചെറിയൊരു പോർഷനാണ് സിനിമയിൽ ഉൾപ്പെടുത്തിയത്. അതാണ് ഇതിൻ്റെ തുടക്കത്തിൽ അഖിലാണ് ആ ടീസർ ചെയ്തത്. ഈ പ്രകാശൻ സദ്യക്കടിച്ച് കയറി സദ്യ ഉണ്ട് സേതുവിനോട് പറയുന്നത് സദ്യ പോരാ, കുഴപ്പമൊന്നുമില്ലോ, അത് നല്ല സദ്യ ഉണ്ണാത്തോണ്ട് തോന്നുക. സാമ്പാറിലെല്ലാ കഷ്ണങ്ങളുണ്ടോ, കൂട്ടുകറിക്കാണെ പുക വേണം, പായസത്തിനാണെ മധുരം പോരാ. അപ്പൊ അടുത്ത ആഴ്ച രാഘമാഷിന്റെ മോളുടെ കല്യാണത്തിനാണ്. സേതുവിന് എന്തെങ്കിലും പറയാനുണ്ടാവും. സേതു ഇതുവരെ അധികം സംസാരിക്കാതിരിക്കുന്ന ഒരാളാണ്. ഫുൾ മൂൺ സിനിമ നല്ലൊരു ബാനറായിട്ട് മാറിയിരിക്കുന്നു. അതിൻ്റെ അഹങ്കാരം സേതുവിനുണ്ടോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും സേതു എന്തെങ്കിലും 2 വാക്ക് പറയട്ടെ. ഇതൊരു കുടുംബ സംഗമം തന്നെയാണെന്ന്, കാരണം എൻ്റെ വീട്ടിൽ നിന്നും എൻ്റെ നാട്ടിൽ നിന്നും ഇതിൽ വർക്ക് ചെയ്തവരും തിയേറ്ററുകാരും അവരുടെ ഫാമിലിയും എല്ലാവരും വന്നിട്ടുണ്ട്. എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ സത്യേട്ടൻ പറഞ്ഞ മാതിരി അഹങ്കാരം വരാനായിട്ടില്ല, എന്തായാലും വരാതിരിക്കട്ടെ, അതിന് ഞാൻ ശ്രമിക്കാം. പലവരു കാണുമ്പോൾ ഒരു ചിരി തൂകുന്നു, ഒരു ചിരി തൂകുമ്പോൾ അതിലൊരു തേരുണ്ടോ. പലവരു കാണുമ്പോൾ ഒരു ചിരി തൂകുന്നു, ഒരു ചിരി തൂകുമ്പോൾ അതിലൊരു തേരുണ്ടോ. ഫാസിലിൻ്റെ വീട്ടിൽ പണ്ട് ഞാൻ പോകുമ്പോൾ അതിൽ ഒരു ബർമുടയൊക്കെ ഇട്ട് ഓടി നടന്നിരുന്നൊരു പയ്യന് ഞാൻ എൻ്റെ നായകനായിട്ട് കാണേണ്ടി വന്നതാണ് അതിൽ ആദ്യത്തെ അതിശയവും സന്തോഷവും. പക്ഷേ ക്യാമറയുടെ മുമ്പിൽ ആ പയ്യൻ എന്നെ അതിശയിപ്പിച്ചു എന്നുള്ളതാണ് ഇതിലേറെ സന്തോഷം. ഞാൻ മോഹൻലാലിനോട് പലപ്പോഴും പറയാറുണ്ട്, ലാലിനെ സ്ക്രീനിൽ ക്യാമറയുടെ മുന്നിൽ നിർത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലാണ് എനിക്ക് ഫഹദിനെ എന്ന് പറയുക. കാര്യം പല സീനുകളിലും ഫഹദിൻ്റെ ചില ടച്ചസ് കൊണ്ട് ആ സീൻ നന്നാവുന്നു. അപ്പോൾ സ്നേഹത്തോടെ, വാത്സല്യത്തോടെ, ബഹുമാനത്തോടെ ഫഹദിന് എന്താ പറയാനുള്ളത് കേൾക്കാം. എല്ലാവരും പെട്ടെന്ന് സൈലൻ്റായി. ആദ്യം ആയിട്ട് എൻ്റെ ജീവിതത്തിലെ എല്ലാ അത്ഭുതങ്ങളും നടന്നിരിക്കുന്നത് ക്യാമറയുടെ ഫ്രണ്ടിലാണ്. എൻ്റെ കല്യാണം അതല്ല, അയ്യോ. സോ എല്ലാ അത്ഭുതങ്ങളും നടന്നിരിക്കുന്ന ക്യാമറയുടെ ഫ്രണ്ടിലാണ്. പലപ്പോഴും ആ അത്ഭുതം നടക്കുന്നത് വേറെ പലരും കാരണമാണ്. ചിലപ്പം ക്യാമറമാൻ ആവാം, ഫിലിം ഡയറക്ടർ ആവാം, കൂടുതൽ ആക്ടേഴ്സ് ആവാം. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നൊരു കാര്യമുണ്ട്, ഒരു സിനിമ അത് നന്നാകുമ്പോൾ, ഇപ്പം ഞാൻ പ്രകാശിൻ്റെ സെറ്റിലുണ്ടായിരുന്ന ഒരാളില്ലായിരുന്നെങ്കിൽ ചിലപ്പം ഈ അത്ഭുതം നടക്കില്ലായിരുന്നു, ഞാൻ ഈ പറയുന്ന മാജിക് നടക്കില്ലായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഓരോരുത്തരുടെയും എനർജിയും തോട്ടുമാണ് ഈ സിനിമ ഇന്നിവിടെ എത്താനുള്ള കാരണം. പിന്നെ സത്യേട്ടനായിട്ടുള്ള കെമിസ്ട്രി, ഞാൻ ഈ അടുത്ത കാലത്ത് കൊടുത്തുള്ള എല്ലാ ഇൻ്റർവ്യൂവിലും എന്നോട് ചോദിച്ചിട്ടുള്ളതാണ് സത്യേട്ടനായിട്ടുള്ള കെമിസ്ട്രി എന്താണ്. അതെനിക്കറിയാവുന്ന കാര്യം, എനിക്കെന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് സത്യേട്ടന് ഭംഗിയായിട്ട് അറിയാം, സത്യേട്ടൻ എന്താ വേണ്ടതെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. ഇത് രണ്ടുമാണ് ഞങ്ങൾ തമ്മിലുള്ള കെമിസ്ട്രി. 3ാമത്തെ പടം ഫുൾ മൂൺ ചെയ്യുന്നത് 202-ാം ദിവസം ഇങ്ങനെ സെലിബ്രേഷൻ നമുക്കെല്ലാവർക്കും ഒന്നും കൂടി ഒത്തുചേരാൻ പറ്റട്ടെ. എല്ലാവരും ഇപ്പം നമ്മളൊരു വീട്ടിലൊരു ഫംഗ്ഷനിൽ അനിയനോടും അനിയത്തിയോടും ചേട്ടന്മാരോടും നന്ദി പറയാറില്ലല്ലോ, അതുകൊണ്ട് തന്നെ ആരോടും നന്ദിയൊന്നും പറയുന്നില്ല. എനിക്കിനി ഓരോ കാര്യങ്ങൾ പറയാനുണ്ട്, ഓർമ്മ വരുമ്പോൾ ഞാൻ മൈക്കെടുത്ത് പറഞ്ഞോളാം. താങ്ക് യു. എനിക്ക് സത്യം പറഞ്ഞാൽ ഓർമ്മ വരുന്നത്, ഞാൻ എൻ്റെ ഫ്ലാറ്റിൻ്റെ താഴെ വണ്ടി നിർത്തിയിട്ട്
ലിഫ്റ്റിൽ കയറാൻ പോവാണ്. അപ്പം വിനീത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അളിയ നീ എവിടെയാണ്? അപ്പം ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ വണ്ടി നിർത്തി ലിഫ്റ്റ് കയറാൻ പോകുന്നു. ലിഫ്റ്റ് കയറണ്ട. അപ്പോൾ ഞാൻ എന്താ ലിഫ്റ്റിന് എന്തെങ്കിലും കുഴപ്പമുണ്ട്? ഇല്ല, ലിഫ്റ്റ് കയറി റേഞ്ച് പോകും. ഞാൻ പറഞ്ഞു, ലിഫ്റ്റ് കയറി ഫ്ലാറ്റിൽ എത്തിയിട്ട് വിളിക്കാം. ഇല്ല, നിന്നെ ഇപ്പോൾ ഒരാൾ വിളിക്കും, അത് കഴിഞ്ഞിട്ട് നീ കയറിയാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്കൊരു കോൾ വന്നു, ഞാൻ സത്യനന്ദിക്കാടാണ് ഡയറക്ടർ. അപ്പോൾ സാറ് പറഞ്ഞു, ഇങ്ങനെ ഒരു പടം പ്ലാൻ ചെയ്യുന്നുണ്ട്, ഫഹദാണ്, ഷാനുവാണ് ഹീറോ, സേതുവട്ടം വിളിക്കും, ബാക്കി കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം, നമുക്ക് ഉടനെ കാണണം, കഥ ഡിസ്കസ് ചെയ്യണം. അപ്പം ഞാനിത് എല്ലാത്തിനും ഇങ്ങനെ ഓക്കെ സാർ 5 മിനിറ്റ് കഴിഞ്ഞ് വിനീത് വിളിച്ചിട്ട്, നീ എവിടെയാണ്? ഞാൻ വണ്ടിയിൽ തന്നെ ഇരിക്കുക, എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു, അളിയ ഇത് വലിയ ഒരു കാര്യമാണ്, വലിയ പടം എന്നൊന്നും പറയുന്നില്ല, പക്ഷേ ഇത് വലിയൊരു കാര്യമാണ് നിൻ്റെ ലൈഫിൽ സംഭവിക്കുന്നത്, നീ മനസ്സറിഞ്ഞ് ഇതിൽ വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത് പലർക്കും തോന്നിയിട്ടില്ല, സ്വന്തം ശബ്ദമാണെന്ന് പലർക്കും മനസ്സിലായിട്ടില്ല. അതാണ് അതൊരു കറക്റ്റ്. അതായത് ടീനമോള് എങ്ങനെ വരണമെന്ന് വെച്ചിട്ട് വന്നപ്പോൾ സാധാരണ ചുരിദാറൊക്കെ ഇട്ടുള്ള ഒരു കോഴിക്കോട്ടുകാരി, ഒരു കൊയിലാണ്ടിക്കാരി കുട്ടിയായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ തീരുമാനിച്ചു നസ്രിയയുടെ ഹെയർ സ്റ്റൈലിൽ കൊണ്ടുവരണം എന്നോ. ഇതിനു മുമ്പുണ്ടായിരുന്നത് ഞങ്ങൾ വേറൊന്നും പറയല്ല, വെളിച്ചെണ്ണ തേച്ച് കുളിക്കണമെന്നേ പറയാറുള്ളൂ. ദേവിക്ക് ഷോർട്ട് ഹെയർ ഇഷ്ടമാണല്ലേ? നസ്രിയനെ പോലെ ഏതാണ്? അപ്പോൾ ആ ഫോട്ടോ നോക്കിയിട്ട് നിഖിലയാണ് കൊണ്ടുപോകുന്നത്, മുടി വെട്ടിച്ച് കൊണ്ടുപോയിട്ട് ശരിയാക്കുക. അങ്ങനെ കുറച്ച് എല്ലാവരും കൂടി ശ്രമപ്പെട്ടാണ് ഈ കുട്ടി കൊണ്ടത്. മിസ്റ്റർ ആകാശ് അല്ലേ? ആകാശ്. മമ്മി പറഞ്ഞിരുന്നു, ഞാൻ എണീക്കാൻ കുറച്ച് ലേറ്റ് ആയി പോയി. രാത്രി മുഴുവൻ യൂട്യൂബിൽ നിന്ന് കണ്ടു കാണുമല്ലേ? സിനിമയായിരുന്നു? ഏയ് അങ്ങനെയൊന്നുമില്ല, ഉറക്കം വരുന്നവരെ എന്തെങ്കിലും കണ്ടോണ്ടിരിക്കും, മോസ്റ്റ്ലി നെറ്റ്ഫ്ലിക്സ്. നല്ല സിനിമയാണ്, ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഇവന് ഭയങ്കര മുട്ടുവേദനയാണ്, ഓടാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തൽക്കാലം മോള് പട്ടിയെ ഒഴിവാക്കണം. മുട്ടുവേദന മാറിയാൽ ഇഷ്ടം പോലെ ഓടിച്ചോ. അതിനുമുമ്പ് ബിസ്ക്കറ്റൊക്കെ കൊടുത്ത് പട്ടിയെ മരിക്കാൻ മതി. നമ്മളിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, ഇതൊക്കെ ഒരു കുടുംബമാണ്. ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോൾ എന്നൊരു സ്ഥാനം കൊടുത്തിരിക്കുന്ന മാത്രമേ ഉള്ളൂ. സേതുവിനെ പോലെ തന്നെ ഒരാളാണ് ബിജു തോമസ്. വ്യക്തമായിട്ട് ആ ശബ്ദങ്ങൾ മുഴുവൻ നിങ്ങൾ കേൾപ്പിച്ചത് അനിലാണ്. ഞാൻ പല ഇൻ്റർവ്യൂകളിലും പറയാറുണ്ട്, ഞാൻ ഇത്രയും കാലം ഡബ് ചെയ്താണ്. ഫഹദ് ഫാസിലാണ് എന്നെ ഈ സിംഗ് സൗണ്ടിലേക്ക് ആനയിച്ചതെങ്കിലും അതിനോട് ഒരു സ്നേഹം തോന്നിപ്പിച്ച അനിൽ രാജേഷനാണ്. ഇവരൊക്കെ ഹിന്ദി പടങ്ങൾ സ്ഥിരം ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ. ഷാറൂഖ് ഖാൻ്റെയും അമിതാഭ് ബച്ചൻ്റെ ഒക്കെ കൂടെ വർക്ക് ചെയ്യുന്നവരാണ്. സിനിമയിൽ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടക്കുന്നുണ്ട്.
എന്നോട് വ്യക്തിപരമായി ചോദിച്ചാൽ സിനിമയിലുണ്ടായ ഏറ്റവും വലിയ അത്ഭുതമാണ് സിംഗ് സൗണ്ട്. ഇനി ഒരു 5 വർഷം കഴിഞ്ഞ് സിംഗ് സൗണ്ട് ഇല്ലാത്ത സിനിമ ആരും കാണില്ല. അനിലിൻ്റെ നമ്പർ അവിടെ എഴുതി വെക്കുന്നുണ്ട്. തിയേറ്ററിൽ ശബ്ദമില്ല എന്ന് പറയുന്ന എല്ലാവർക്കും അനിലിനെ ഡയറക്റ്റ് വിളിച്ച് ചോദിക്കാം. സിംഗ് സൗണ്ടിന് ശബ്ദമില്ല എന്ന് പറയുന്നത്. സിംഗ് സൗണ്ട് ഇസ് ദ ബിഗ്ഗസ്റ്റ് ഇൻവെൻഷൻ ഐ ഹവ് സീൻ ഇൻ ദ റീസൺ പാസ്റ്റ്. അടുത്ത ആളെ പറയാൻ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട്. അതായത് ഫഹദ് ഫാസിലിന് പറയുകയാണെങ്കിൽ ആളുടെ പേര് പറയാൻ എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ട്. കാര്യം ഈ കലാസംവിധായകനാണ്, അതിൻ്റെ കൂടെ തന്നെ നടനുമാണ്. ഒടിയൻ്റെ അച്ഛനാണ് അഭിനയിച്ചത്. ഒടിയന്റെ അച്ഛനാണ്, പക്ഷെ പുള്ളിയെ വിളിച്ചുകൊണ്ടിരുന്നത് മുടി മുടി മുടിയൻ മുടിയൻ. പ്രശാന്ത് മാധവ്. വേറെ ഏത് സിനിമ ചെയ്യാൻ പോയാലും ഇവിടെ പോലെ ചെയ്യുന്ന പോലെ ആവില്ല. ഏത് സിനിമ ചെയ്യാൻ പോയാലും അവിടെ ഞാൻ അപ്പോൾ ഈ സെറ്റ് ഞാൻ കമ്പയർ ചെയ്യും. ആ ബംഗാളികളുടെ താമസിക്കുന്ന വീടൊക്കെ പ്രശാന്ത് സെറ്റിട്ടതാണ്. പക്ഷെ പലരും വിചാരിച്ചിരിക്കുന്നത് എറണാകുളത്ത് അങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്നാണ്. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അപ്പോൾ എല്ലാവർക്കും നന്ദി. താങ്ക് യു. എല്ലാവരും ടൈറ്റിൽ കാണാറുണ്ട്. ഇത് ആരാണ് വ്യക്തി എന്ന് ആൾക്കറിയില്ല. ഇതാണ് സാക്ഷാൽ വാർഡ്. ধান্দায় গান্ডারে বড় বড় সাথে বাসা ভূত 13 ভূতুনির পেটে আরে পারে পারে क्या हुआ दादा हुक्का हुक्का हुआ ना हुक्का हुआ লের ভাষা না পৌঁছে ধার কোদালে মাথা ধার কোদালের ঝাড় রে দাদা খেচাং খেচাং ফুক মাথা ধার ধারানির ধার ধূর ধার দিনা দিন ধারিস না দাদে 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 দাদা একবার তুমি ভুলে যা अपना जगन हाथ नाल अपना कदम खुद खुदा. ആ സെറ്റിൽ മാനസികമായിട്ട് ഏറ്റവും സപ്പോർട്ട് തന്നത് അഖിലായിരുന്നു. അഖിൽ സത്യൻ, സോറി ഷട്ടപ്പ് തമോ. പോസ്കി എന്നെല്ലാം വിളിക്കുന്നത് എനിക്ക് അറിഞ്ഞൂടെ എന്തുകൊണ്ടാണെന്നുള്ളത്. വന്ദന എന്തോ സംസാരിക്കാൻ പോകുന്നു. എല്ലാവരും പോലെ എനിക്കും വളരെ സന്തോഷമുണ്ട്. ഞാൻ സംവിധാനം പഠിക്കാൻ വരുന്ന കാലം തൊട്ട് എൻ്റെ കൂടെയുള്ള ശശി, ശശിക്ക് സുരേഷ് എന്നൊരു പേര് കൂടി ഉണ്ട്. അതെ. ഇന്നിവിടെ വരാൻ സാധിച്ചില്ല. ലാൽ ജോസിൻ്റെ സിനിമ എൻ്റെ ഷൂട്ടിങ്ങിലായതുകൊണ്ടാണ്. എസ് കുമാർ എന്ന് പറയുന്ന ബ്രില്യൻ്റ് ആയിട്ടുള്ള ക്യാമറാമാൻ്റെ അതിമനോഹരമായ വർക്കാണ് ഞാൻ പ്രകാശൻ ഇത്രയും കൂടുതൽ കാണാൻ സൗന്ദര്യം ഉണ്ടായത് എൻ്റെ മിടുക്കല്ല, അത് എസ് കുമാറിൻ്റെ മിടുക്കല്ല. വളരെ ചുരുക്കം ആൾക്കാർക്ക് കിട്ടുന്നൊരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് എൻ്റെ വാപ്പാടെ ഏറ്റവും നല്ല സുഹൃത്തായിട്ട് 2 സിനിമകൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. 2 സൂപ്പർ ഹിറ്റ് സിനിമകൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരുപാട് സന്തോഷവും അഹങ്കാരവും ഒക്കെ തരുന്നൊരു കാര്യമാണ്. താങ്ക് യു സത്യേട്ടാ. അടുത്ത പടവും ഇങ്ങനെ 202 ദിവസം ഓടട്ടെ. സേതുവേട്ട, ഹംസാക്ക, എല്ലാവരും. ഇറ്റ്സ് ലൈക്ക് എ ഫാമിലി. താങ്ക് യു.
അടുത്തത് നിർമ്മാതാവിനുള്ള സേതു മണ്ണാർക്കാടിന്. ചെറിയ സ്കിറ്റ് ഞാൻ പ്രകാശിന്റെ റിലീസിന് മുമ്പ്, ഞാൻ സേതു ആണ്, ആക്ഷൻ പറയണേ. ഇത് ഞാൻ പ്രകാശിന്റെ റിലീസിന് മുമ്പ്. ആക്ഷൻ. ഓട്ടോ ഒന്നും കിട്ടുന്നില്ല. ആഫ്റ്റർ റിലീസാണ്. ആക്ഷൻ. ടാക്സി. ഞാൻ 10-25 വർഷമായി സത്യേട്ടൻ്റെ കൂടെയുള്ള ഒരാളാണ്. എന്നെ ഈ നിലയിൽ എത്തിച്ചതും സത്യേട്ടനാണ്. എന്നും ഞാൻ കൂടെ ഉണ്ടാവും. സത്യേട്ടൻ എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നന്ദി.